ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷനിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ, ഇനി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താന്നാ പറഞ്ഞ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. മാറ്റി ഇരുത്തൂട്ടെ രണ്ടിനെയും. ഒന്നുമില്ല. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞേ. ഓർത്ത് നോക്ക്, 9th പഠിച്ചതാ. പറ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? ആ, ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് ബോഡി ഉണ്ടെന്ന് വിചാരിക്കാം. മാസ് M1 M2. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. Every object in the universe attracts every other object with a force that is directly proportional to the product of the mass and inversely proportional to the square of distance between them. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയാം. എഴുതിക്കോ. സ്മോളർ ഇട്ടാ. ഓക്കെ, എഴുതിക്കോ. എവറി ഒബ്ജെക്ട് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്. പ്രജീന ക്യാമറ ഓൺ ചെയ്തേ. Every object in the universe attracts എഴുതിക്കോട്ടെ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എവറി ഒബ്ജെക്ട് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവറി അതർ ഒബ്ജെക്ട് with a force that is directly proportional to the product of the mass and inversely proportional to the square of distance between them. Inversely proportional to the square. Proportional to the product of the mass and inversely proportional to the square of distance between them. Universal law of Chris എഴുതിക്കോട്ടെ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇന്നലെ എന്താ പറയാൻ? അമ്മരി അതൊക്കെ എഴുതോളാം, വേറെ ഒന്നും ചെയ്യൂല. ഇല്ല, അവൻ കുഴപ്പമൊന്നുമില്ല. അല്ല, നമുക്കത് കറക്റ്റ് ചെയ്യുമ്പോ മനസ്സിലാവല്ലോ നോക്കി എഴുതിയാണല്ലേ എന്ന്. നോക്കാം. ഇപ്പൊ എഴുതിയാ എന്നിട്ട് രണ്ട് ബോഡി വരച്ചേ. സൗണ്ട് ഉണ്ടാക്കല്ലേ? രണ്ട് ബോഡി വരച്ചേ. മാസ് M1, മാസ് M2. ഫോഴ്സ്. Every object in the universe attract every other object with a force F that is directly proportional to the product of the mass and inversely proportional to the square of distance between them. So നമുക്ക് ഒരുമിച്ച് എഴുതാം. F proportional to M1 M2 by R square. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് എന്ത് കൊടുക്കാം? F equal to G M1 M2 by R square. ഈ ജീനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഈ വേർഡ് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പഠിച്ചപ്പോഴത്തേക്കും ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടില്ലേ? ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ടേമിലേക്ക് നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റാം? G equal to FR square divided by M1 M2.
ഇനി ഈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ. ഇതിന്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടുപിടിച്ചേ, ജിയുടെ ഡയമെൻഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. എഴുതിക്കേ ജിയുടെ ഡയമെൻഷൻ എഴുത്. അമ്മൻ വേഗം എഴുതിക്കേ, ജിയുടെ ഡയമെൻഷൻ എഴുതിക്കേ. എഴുതിയാ? കിട്ടിയാ? ഡയമെൻഷൻ കിട്ടിയാ? മനസ്സിന് കിട്ടിയില്ലേ? നിനക്ക് ആ ചാപ്റ്റർ അറിയില്ലല്ലേ? അതല്ല, ഡയമെൻഷൻ എഴുതാൻ അറിയില്ലല്ലോ. കഴിഞ്ഞാ? അപ്പൊ യൂണിവേഴ്സൽ ലോ പഠിച്ചു കഴിഞ്ഞാലേ കിട്ടിയാ? ഇവിടെ ഇരിക്കണ പീറ്ററിന്റെ ഫ്രണ്ടില്. ഇവിടെ ഇരിക്കാം, ഇത് നേരെ ഇട്ടാൽ മതി. ഇരിക്കാം. ആ യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞേ, പീറ്റർ ഒന്ന് പറഞ്ഞേ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ബുക്ക് നോക്കരുത്, ബുക്ക് നോക്കരുത്. ഇത്ര എഴുതിയാ? ഓക്കെ. ഇനി എപ്പോഴാണ് എഫും ജിയും ഈക്വൽ ആകുന്നത്? എഫും ജിയും അല്ലെങ്കിൽ ജിയും എഫും ഈക്വൽ ആയിട്ട് വരുന്നത് എപ്പോഴായിരിക്കും? M1 M2ന്റെ വാല്യൂ 1 കിലോഗ്രാം ആണെങ്കിൽ ആർ സ്ക്വയറിന്റെ വാല്യൂ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് ഇതിന്റെ തമ്മിൽ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ജി എഫ് ഈക്വൽ ആകില്ലേ? ഇപ്പൊ മാസ്, ഈ ഒരു കേസിൽ മാസ് M1 M2 ഈക്വൽ ടു 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക. ആർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ എടുത്തേക്കുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ടു 1 മീറ്റർ ആണെങ്കിൽ ഈക്വേഷൻ എങ്ങനെ വരും? ജി ഈക്വൽ ടു എഫ്. ജി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ. ജി എന്താ? എഫ് എന്താ? ഫോഴ്സ്. എന്ത് ഫോഴ്സാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അവിടെ ഉള്ള രണ്ട് ഒബ്ജക്ട്സിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയണം. അപ്പൊ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു എഫ് ആവും. എപ്പോഴാ? വെൻ M1 ഈക്വൽ ടു M2 ഈക്വൽ ടു 1 കിലോഗ്രാം. M1ന്റെയും M2ന്റെയും വാല്യൂ 1 കിലോഗ്രാം ആവുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആയി കഴിയുമ്പോൾ G ഈക്വൽ ടു എഫ് ആവും. ആ കണ്ടീഷൻ കൂടി എഴുതി വെച്ചോ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെൻ M1 M2 ഈക്വൽ ടു 1 കിലോഗ്രാം ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈക്വൽ ടു 1 മീറ്റർ. എഴുതിയാ? ക്രിസ് എഴുതിയാ? ഏതാണ്? ഇതാണോ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി. നമുക്ക് ഇക്വേഷൻ കിട്ടിയത് ഇങ്ങനെയല്ലേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ കിട്ടിയത്, ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടിയത് മനസ്സിലായില്ലേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി എപ്പോഴാണ് ജിയും എഫും ഈക്വൽ ആകുന്നത്? ജിയും എഫും ഈക്വൽ ആവണമെങ്കിൽ M1 M2 ഈ രണ്ട് ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആകണം. അതുപോലെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന്റെ വാല്യൂ 1 മീറ്റർ, ഇതിന്റെ വാല്യൂ 1 കിലോഗ്രാം. അപ്പൊ എന്തായി? ജി ഈക്വൽ ടു എഫ്.
മനസ്സിലായോ? ഇനി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചു. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമായിരുന്നു, 9th പഠിച്ചതായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി ഇതിന്റെ വെക്റ്റർ ഫോം എങ്ങനെ എഴുതാന്ന് നോക്കാൻ പോകുന്നേ. വെക്റ്റർ ഫോം എന്താണ്? ഇല്ല, വെക്റ്റർ ഫോം എഴുതണം. ഗ്രാവിറ്റേഷണൽ ലോയുടെ വെക്റ്റർ ഫോം പഠിച്ചിരിക്കണം. ഓക്കെ, വെക്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ആ ഫോഴ്സ്, 2 ഒബ്ജക്ട്സ് കൺസിഡർ ചെയ്ത് ആ ഒബ്ജക്ട്സിന്റെ ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്? ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? F = Gm1m2/r². അതാണ് 2 ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സിന്റെ ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റിയാ? ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്? ഇല്ല, ഒരു ഡയറക്ഷനും കൂടി ഉണ്ടാവണ്ടേ. അപ്പൊ അതെന്താ ചോദിക്കാണ്ടേ? ഡയറക്ഷൻ കണ്ടുപിടിക്കണ്ടേ നമുക്ക്? ഒരു സംശയം ചോദിക്കേണ്ടതായിരുന്നു. ഡയറക്ഷൻ കണ്ടുപിടിച്ചില്ലല്ലോ, മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ കിട്ടിയുള്ളത്. ഓക്കെ, അപ്പൊ പറയാം. അപ്പൊ ഡയറക്ഷന്റെ ഒരു ഡയറക്ഷൻ എഴുതി കഴിയുമ്പോഴുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതുപോലെ നമുക്ക് സെയിം കൺസിഡർ ചെയ്ത പോലെ തന്നെ 2 ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക, m1 m2. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒബ്ജക്റ്റ് എ, ബോഡി എ, ഇതൊരു ബോഡി എ, ഇത് ബോഡി ബി, ഇതിന്റെ മാസ് m1, ഇതിന്റെ മാസ് m2. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ? 2 ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ബിയിൽ നിന്ന് എങ്ങോട്ടും ഉണ്ടാവും. 2 ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ടുള്ളതുപോലെ തന്നെ അട്രാക്ഷൻ ഉള്ളതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതുപോലെ തന്നെ അതിൽ നിന്ന് ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ഉള്ളതുപോലെ തന്നെ ബിയിൽ നിന്നും എയിലേക്ക് ഉണ്ടാവും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ ഇത് ഫസ്റ്റ് ബോഡി, ഇത് സെക്കൻഡ് ബോഡി ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ r12 എന്നെടുത്ത്, ബിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് r21 എന്നെടുത്ത്. ഡിസ്റ്റൻസ് 2 ബോഡിയാണ്, ഇത് ഫസ്റ്റ് ബോഡി, ഇത് സെക്കൻഡ് ബോഡി. ഓക്കെ, ഡിസ്റ്റൻസ് ജസ്റ്റ് ഇതിൽ നിന്ന് അങ്ങോട്ടുള്ളത് r12 എന്നും ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള 2 ഡിസ്റ്റൻസ് r12 എന്നും r21 എന്നും പറഞ്ഞെടുത്ത്. ഇനി F12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ, അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സെക്കൻഡ് ബോഡി, സെക്കൻഡ് വൺ ഫസ്റ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ F12 എന്ന് പറയാ. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ, അതാണ് നമ്മൾ എഴുതാൻ പോകുന്ന. F12 = Gm1m2 ഡിസ്റ്റൻസ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ ആണ്. അപ്പൊ ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫോഴ്സ് ആണ് പറയുന്നത്. അപ്പൊ ബി ഓൺ എ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് r21. ഇവിടെ ഞാനൊരു യൂണിറ്റ് വെക്ടർ r21 കൊടുക്കണേ. ഇനി അടുത്തത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി, നേരെ തിരിച്ച് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി = Gm1m2 ഡിസ്റ്റൻസ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് r12, യൂണിറ്റ് വെക്ടർ r12. ഓക്കെ, മനസ്സിലായ? 2 ബോഡി നമ്മൾ കൺസിഡർ ചെയ്ത് ഡയറക്ഷൻ വൈസ് പറയാനാണ്. ഇത് ഫസ്റ്റ് ബോഡി, ഇത് സെക്കൻഡ് ബോഡി. ഫസ്റ്റ് ബോഡിയിൽ നിന്ന് സെക്കൻഡ് ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് r12 ആയിട്ട് എടുത്ത്, ബിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് സെക്കൻഡ് വണ്ണിൽ നിന്ന് ഫസ്റ്റ് വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് r21 ആയിട്ട് എടുത്ത് 2ന്റെ ഫോഴ്സ് എഴുതാൻ പോവുക. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ, ബിയിൽ നിന്ന് എയിലേക്ക് ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് ഫസ്റ്റ് എഴുതാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ് 2 ബോഡിക്കും എന്താ ഉണ്ടാവും? ഇവിടെ നിന്ന് അങ്ങോട്ട് അട്രാക്ഷൻ ഉള്ളതുപോലെ തന്നെ അതിൽ നിന്ന് ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ 2 ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ വരില്ലേ? മനസ്സിലാവുന്നുണ്ടോ? 2 ബോഡി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ടെന്ന് പറയും. ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്ന ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ, ബിയിൽ നിന്ന് എയിലേക്കുള്ള അട്രാക്ഷൻ, അതാണ് F12. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി, ബി എന്ന് പറയുന്ന സെക്കൻഡ് ബോഡി. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സെക്കൻഡ് ബോഡി ഓൺ ഫസ്റ്റ് ബോഡി, F12. ശ്രദ്ധിക്കണേ, മനസ്സിലായ? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സെക്കൻഡ് ബോഡി ഓൺ ഫസ്റ്റ് ബോഡി, ദാറ്റ്സ് = Gm1m2 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ബോഡിയിൽ നിന്ന് ഫസ്റ്റ് ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് r21. യൂണിറ്റ് വെക്ടർ ജസ്റ്റ് സൈഡിൽ എഴുതിയേ ഉള്ളൂ. വെക്ടർ ഫോം ആയതുകൊണ്ട് ഒരു യൂണിറ്റ് വെക്ടറോട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി, എയിൽ നിന്ന് ബിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ദാറ്റ്സ് = Gm1m2 ഡിവൈഡഡ് ബൈ r12 എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് r12. ഓക്കെ, ഇനി ഇത് രണ്ടും ഒന്ന് നോക്കിക്കേ.
രണ്ടും ഈക്വൽ അല്ലേ? ഡിസ്റ്റൻസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ക്വാണ്ടിറ്റി എല്ലാം ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാല്ല F12 ഈക്വൽ ടു F21. പക്ഷെ നോക്കിക്കേ, അതിന്റെ അട്രാക്ഷൻ വന്നേക്കുന്നത് എങ്ങനെയാ? ഡയറക്ഷൻ എങ്ങനെയാ വന്നേക്കുന്നത്? ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ ഏത് ലോയാ ഇവിടെ വരുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ. ടു എവറി ആക്ഷൻ ദർ ഇസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈക്വൽ ആണ്, പക്ഷെ എന്താ വന്നേക്കുന്നത്? ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ന്യൂട്ടൺസ് ലോ വാലിഡ് ആണോ എന്ന് ചോദിക്കാൻ. ഈ ഒരു കേസിൽ മനസ്സിലാവുന്നുണ്ടോ? ജോസിന് കിട്ടിയ ഈക്വൽ ആണ്, പക്ഷെ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമുക്കിനി ജനറൽ ആയിട്ട് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. F ഈക്വൽ ടു Gm1m2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. സ്ക്വയർ ഉണ്ട് R ക്യാപ്. എഴുതിക്കോട്ടാ. ഇതാണ് ജനറൽ ആയിട്ട് വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണത്. ഏതാണ്? ഇല്ല, അത് അടുത്ത ക്ലാസ്സിലാണ്. വർക്ക് എനർജി തിയറം പഠിപ്പിച്ചതാണല്ല. തിയറം പഠിപ്പിച്ചതാണ്. അതിൽ നിന്ന് എങ്ങനെ ആൻസറിലേക്ക് എത്താം, ആ തിയറത്തിന്റെ പ്രൂഫും പഠിപ്പിച്ചത്. അത് ഞാനിനി പേപ്പർ കറക്റ്റ് ചെയ്യട്ടെ. പേപ്പർ കറക്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാം. അടുത്ത ചാപ്റ്ററായി. ലേറ്റ് ആയിട്ടൊക്കെ വന്നത്, പിന്നെ എന്ത് ചെയ്യും? ഓക്കെ, വെക്റ്റർ ഫോം അർജുന് കിട്ടിയാ? മനസ്സിലായ? ഡൗട്ട് ഉണ്ടോ? അമൻ മനസ്സിലാക്കി എഴുതേ. മാനസേ എഴുതിക്കേ, വേഗം കൊടുത്ത്. ജ്യോതിസിന് കിട്ടിയാ? ഈ ചാപ്റ്ററിൽ നിനക്ക് കിട്ടണില്ലെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നോട്ടാ. ഏതാത് യൂണിറ്റ് വെക്ടർ? വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? വെക്ടർ ഫോം റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ വെക്ടേഴ്സിൽ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ആർ ക്യാപ്പ് ഉണ്ട്, ഡയറക്ഷൻ വരുന്നുണ്ട്. മനസ്സിലായ? മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷൻ വരുമ്പോൾ ഡയറക്ഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ വെക്ടർ ഫോമിലേക്ക് എഴുതുന്നത്. ഫിഗർ വരച്ചോ? എന്തേ എഴുതി തുടങ്ങിക്കോ. ഞാൻ എക്സ്ട്രാ ക്ലാസ് എടുത്തു തരാം കേട്ടോ. ഇപ്പഴാ? ഇപ്പൊ നീ ഇത് എഴുതിയെടുത്തേ. എല്ലാ ക്ലാസ്സും എടുക്കൊന്നുമില്ല. നിനക്ക് കിട്ടാത്ത ക്ലാസ് മാത്രമേ ഞാൻ പറഞ്ഞുതരാം. എക്സാം എന്നാണ്? അതിന് മുമ്പ് ഒരു ദിവസം എടുക്കാം. നീ പഠിച്ചു തുടങ്ങിക്കോ. എന്നിട്ട് കിട്ടാത്ത ടോപ്പിക്ക് മാർക്ക് ചെയ്ത് വെച്ചോ. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇപ്പൊ ന്യൂട്ടൺസ് ലോ ഒക്കെ എല്ലാം അറിയാവുന്നതല്ലേ. തേർഡ് ചാപ്റ്ററിൽ അതാ പറഞ്ഞ, നിനക്ക് അറിയില്ലാത്ത പോർഷൻസ് മാത്രം മാർക്ക് ചെയ്ത് വെക്കുക. അതിൽ കുറെ സിമ്പിൾ ആയിട്ട് വായിച്ചാൽ കിട്ടുന്ന പോർഷൻസ് ഉണ്ട്, അതൊക്കെ വായിച്ചു കിട്ടും. അല്ലാത്തത് ന്യൂട്ടൺസ് ലോ ഒക്കെ ഒന്നും വായിച്ചിട്ട് മനസ്സിലാവണ്ടേ? ന്യൂട്ടൺസ് ലോ ഒക്കെ ഒന്നും മനസ്സിലാവില്ലേ? എഴുതി കഴിഞ്ഞ ക്രിസ്ത്യൻ എഴുതി കഴിഞ്ഞ? അമ്മനൊക്കെ എക്സാം എന്നാ ഇനി വരുന്നേ? ഏതൊക്കെ ചാപ്റ്ററാ? എഴുതി കഴിഞ്ഞ? വേഗം എഴുത്.
എഴുതിയാ? റജീന എഴുതി കഴിഞ്ഞാ? ടീച്ചർ കഴിഞ്ഞ ഇവിടെ ഇരുന്ന് സംസാരിച്ച കുറച്ച് നേരത്തെ വന്നിരിക്കാം. കുറെ നേരത്തെ ഉണ്ടാവില്ല സംസാരിച്ചു. ആ അതേത് ചാപ്റ്റർ? ലോസ് ഓഫ് മോഷൻ. അത് പഠിപ്പിച്ചിട്ടില്ലേ ഇവിടെ? അതാണോ നിങ്ങൾ പറഞ്ഞത്? ഒരു ടോപ്പിക് നമ്മൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞത്. സെക്കൻഡിൽ നിന്ന് ഡിറൈവ് ചെയ്യണം അതല്ലേ? ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാതെ. അത് എക്സാമിന് വന്നായിരുന്നു. എഴുതിയാ? ഒരെണ്ണം എഴുതിയുള്ള അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത് എടുത്തിട്ടില്ലല്ലേ? ഞാൻ എടുത്തെന്ന് വിചാരിച്ചിരിക്കണേ. ഞാൻ എടുക്കാം അടുത്ത ക്ലാസ്സിൽ. മാനസ അടുത്ത ക്ലാസ്സിൽ എടുക്കാട്ടോ. ഓക്കെ, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്നാ പറഞ്ഞേ? ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നാ പറഞ്ഞേ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് എർത്ത്. എർത്തിന്റെ ഒരു ഇതുകൊണ്ടല്ലേ ഗ്രാവിറ്റി ഉണ്ടാവുന്നത്? ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ളതുകൊണ്ടല്ലേ? ഗ്രാവിറ്റി അറിയില്ലെങ്കിൽ എഴുതിക്കോട്ടോ. Force of attraction between two bodies exerted by gravitational pull of earth. ഗ്രാവിറ്റി എന്താന്ന് മാത്രം ഉണ്ടായി ഇപ്പൊ പറയുന്നത്. ഗ്രാവിറ്റി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡി എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് എർത്ത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് exerted by gravitational pull of earth. Force of attraction between two bodies exerted by gravitational pull of earth. Exerted by gravitational pull of earth. ഓക്കെ, ഇനി എഴുതിക്കേ. എർത്ത് എന്താ ചെയ്യുന്നത്? എർത്ത് ഒബ്ജക്ട്സിനെല്ലാം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. എർത്ത് ഒബ്ജക്ട്സിനെല്ലാം സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യും. ആ ഒബ്ജക്റ്റ് അപ്പൊ വരുന്നത് ഒരു ആക്സിലറേഷൻ ഉള്ളതുകൊണ്ടല്ലേ ആ ഒബ്ജക്റ്റ് ആക്സിലറേറ്റ് ചെയ്ത് വരുന്നത് അല്ലെ? ആ ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇതൊക്കെ നമ്മൾ 9th പഠിച്ചതാ. ഇന്ന് ഫുള്ള് ബേസിക്കേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എഴുതിക്കോ. ദ ഒബ്ജക്ട്സ് ആർ accelerated. The objects are accelerated towards the earth. The objects are accelerated towards the earth. The objects are accelerated towards the earth due to
the attractive force of the earth. Due to attractive force of the earth. പറയാം. This acceleration is called acceleration due to gravity towards the earth. This acceleration is called acceleration due to gravity. ഓക്കെ, ഒരു എർത്തായിട്ട് ആനന്ദേ എർത്തായിട്ട് കൺസിഡർ ചെയ്യുക. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം. എർത്തായിട്ട് കൺസിഡർ ചെയ്യുക. മാസ് ക്യാപിറ്റൽ എം, റേഡിയസ് ആറ്. ഓക്കെ, റേഡിയസ് ആറ്. ഇനി ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കണേന്ന് വിചാരിക്കുക. എർത്തിന്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, മനസ്സിലായ? എർത്ത് കൺസിഡർ ചെയ്ത് എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം, റേഡിയസ് ക്യാപിറ്റൽ ആറ്. എർത്തിന്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ മാസ് നമ്മൾ സ്മോൾ ലെറ്റർ എം ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആയിട്ട് എടുത്ത്. അപ്പൊ നമുക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഴുതാം അല്ലെ. എഫ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ജി എം എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി ഈ എർത്തിന്റെ സർഫസിൽ ഇരിക്കുന്ന ഈ ഒബ്ജക്റ്റിന് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ആ ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു എം ജി ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഈ എം ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വരച്ചു 9.8 ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് കിട്ടണം. ഏതാണ്? മാസും റേഡിയസും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജിയുടെ വാല്യൂ ഒക്കെ നമുക്ക് കിട്ടിയില്ലേ? 6.67 × 10⁻11. പിന്നെ റേഡിയസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 9.8 കിട്ടണം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി നോക്കിക്കേ. ജി എങ്ങനെയാണ്? ആറിന് എങ്ങനെയാണ്? ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലേ? ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അതായത് ജി എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ എന്താ? റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പൊ നോക്കിക്കേ, ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ റേഡിയസ് കുറയുമ്പോൾ ജി എന്ത് ചെയ്യും? റേഡിയസ് കുറയുമ്പോൾ ജി കൂടും. അതുപോലെ തന്നെ റേഡിയസ് കൂടുമ്പോൾ ജി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. സ്മോൾ ജി ആക്സിലറേഷൻ ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റി. ദിസ് ഇസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണത്. അതായത് നമ്മൾ ആ ഒരു ഫോഴ്സ് ഏത് ജി, സ്മോൾ ജിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ്. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ചോദിക്കാം. ഡിഫറൻസ് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടാ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലേ? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആ ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതല്ലേ? ഇറ്റ് ഇസ് എ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയാം. പിന്നെ എന്തെന്ന് പറയാം? ജിയുടെ വാല്യൂ എഴുതാം. പിന്നെ മറ്റേ ജി എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇപ്പം ഞാൻ എഴുതുന്നില്ല ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. അതിൻ്റെ വാല്യൂ എഴുതുക. 1 മാർക്കിന് ഇത്രയൊക്കെ മതി. ഓക്കെ, അപ്പൊ ജിയുടെ വാല്യൂ കിട്ടി. ജിയുടെ വാല്യൂ കിട്ടിയില്ലേ പീറ്റർ? ജിയുടെ വാല്യൂ കിട്ടിയാ എന്താ? ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് ദ എർത്ത് കണ്ടുപിടിക്കാമല്ലോ. മാസ് ഓഫ് ദ എർത്ത് എം ഈക്വൽ ടു എങ്ങനെ വരും? എം ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ജി. എം ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ജി.
ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ട എം, ജിയുടെ വാല്യൂ 9.8, പിന്നെ റേഡിയസ് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ റേഡിയസ് ഏകദേശം 6400 സംതിങ് വരും. ദാറ്റ് ഇസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ജി 6.67 × 10⁻11. ഏകദേശം അത്രയും വരും. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അത് നമുക്കിപ്പോൾ വാല്യൂ ഒരു തന്നിട്ടുണ്ടല്ലോ, അതങ്ങനെയാണ് ആ വാല്യൂ, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എം കെ+ലോ എടുക്കാം. അടുത്ത ശ്രദ്ധിച്ചേ. ഇപ്പൊ മാസ് നമുക്ക് കിട്ടി m = g(r²/g). ഇനി അടുത്തത് മാസ് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി = മാസ് ബൈ വോളിയം. ഡെൻസിറ്റി = മാസ് ബൈ വോളിയം. അപ്പൊ നമ്മൾ മാസ് ഡെൻസിറ്റിയുടെ ടേംസിൽ പറയുമ്പോൾ നമുക്ക് മാസ് = വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയാലോ. ഇവിടെ നമ്മളൊരു മാസ് കണ്ടുപിടിച്ച് വെച്ച്, ഓൾറെഡി കണ്ടുപിടിച്ച്, ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ച്. ഇനി മാസ് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി, അതായത് ഡെൻസിറ്റിയുടെ ടേംസിൽ നമ്മൾ മാസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? അപ്പൊ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. അതിന് നമുക്ക് മാസ് = വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. അപ്പൊ വോളിയം ഏതാണ്? ഇതാ റോ. ഡെൻസിറ്റി റോ അറിയില്ലേ? റോ അറിയില്ലേ? റോ റോ. അപ്പൊ ഡെൻസിറ്റി v = m = v റോ. ഇനി വോളിയം റോ. റോ മനസ്സിലായത്? ഇങ്ങനെ എഴുതും, റോ റോ. ഇനി നോക്കിക്കേ, ശ്രദ്ധിച്ചേ. അപ്പൊ വോളിയം ഞാനിപ്പോ എർത്ത് ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ സ്ഫിയറിന്റെ വോളിയം നമുക്ക് 4/3 πr³ ആയിട്ട് എടുക്കാമല്ലോ. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇതിന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ മാസിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയത്. ഇനി നമുക്ക് ഇതൊന്നും ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയാണ് ഡെൻസിറ്റി = മാസ് ബൈ വോളിയം എടുത്തിട്ട് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എർത്തിന്റെ വോളിയം, എർത്ത് നമ്മളൊരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് സ്ഫിയറിന്റെ വോളിയം 4/3 πr³ റോ. അപ്പൊ നമ്മൾ മാസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. g = gm/r². ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ g, എമ്മിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 4/3 πr³ ρ/r². g 4/3 πr ρ. ജ്യോതിസ് കഴിഞ്ഞ
എന്താടാ അവര് വരട്ടെ. വെള്ളം വന്ന് വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിച്ചു. G = gm/r². ഇനി ഈ ജിയുടെ വാല്യൂ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴൊക്കെയാണ് വേരി ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടീഷനിലാണ് വേരി ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അപ്പൊ ജി മനസ്സിലായി, G = gm/r². ഇനി ഇത് വേരി ചെയ്യുന്ന 3 കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഷേപ്പ് ഓഫ് എർത്ത്. സെക്കൻഡ് വൺ, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ്, അതായത് പിന്നെ ഡെപ്ത്. തേർഡ് വൺ ഡെപ്ത്. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. അതായത് ഇപ്പൊ ഈ ഒരു സർഫസിൽ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് എർത്ത് എങ്കിൽ ഈ എർത്തിന്റെ സർഫസിൽ ഇരിക്കുമ്പോഴുള്ള ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒബ്ജക്റ്റ് പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുമ്പോൾ ഈ ജിക്ക് വരുന്ന വേരിയേഷൻ എന്താണ്? അങ്ങനെ നമ്മൾ ഓരോ കേസുമാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എഴുതിക്കും, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഷേപ്പ് ഓഫ് എർത്ത്. Variation of G with the shape of earth. Second one, variation shape of earth. Variation of G with the shape of earth. Variation of G with altitude or height. Variation of G with depth. അത് 3 കേസായി. 3 കേസാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എഴുതിയാ? ഇനി ഫസ്റ്റ് വൺ എടുത്ത് എഴുതിക്കോ. വേരിയേഷൻ ഓഫ് ജി വിത്ത് എഴുതിയിട്ടില്ലേ? ഫസ്റ്റ് വൺ എഴുതിയാലും മതി, ഓരോന്നും പറഞ്ഞു പോകാനുള്ളതല്ലേ. എഴുതിയാ? വേരിയേഷൻ ഓഫ് ജി വിത്ത് ഷേപ്പ് ഓഫ് എർത്ത്. അതായത് ഇപ്പൊ എർത്തിന്റെ ഷേപ്പ് എന്ത് ഷേപ്പ് ആയിരിക്കും? കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു സ്ഫിയർ ആയിട്ട് പറയാൻ പറ്റും. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ്. ജിയോടാ. ഓക്കെ, ഒരു ഓവൽ ഷേപ്പ്. അങ്ങനെ വേണേലും ഓവൽ ഷേപ്പ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു ഓവൽ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നോക്കിക്കേ, ഇതാണ് ഇപ്പൊ എർത്ത് എന്ന് വിചാരിക്കുക. എർത്തിന്റെ മാസ് m, റേഡിയസ് r. ഓക്കെ, ഇതിപ്പോ എർത്തിന്റെ പോളാണെന്ന് വിചാരിക്കുക. ഇത് ഇക്വേറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? G = gm/r² അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ G is inversely proportional to r² ആ പഠിച്ചത്. G is inversely proportional to r². ഇനി പോളിലേക്ക് നോക്കാം. ഇതിപ്പോ എർത്തിന്റെ പോള്, ഇത് ഇക്വേറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന്റെ പോളിലേക്ക് നോക്കുമ്പോൾ പോളിലേക്ക് റേഡിയസ് കുറവാണോ കൂടുതലാണോ? ഒരു ഓവൽ ഷേപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഓവൽ ഷേപ്പായിട്ട് നോക്ക്. ഓവൽ ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ സെന്ററിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്.
ആ റേഡിയസ് കുറവല്ലേ? ഇക്വേറ്ററിനെ വെച്ച് നോക്കാനാണെങ്കിൽ ഇവിടെ റേഡിയസ് കൂടുതലും ഇവിടെ റേഡിയസ് കുറവല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, പോളിന്റെ കേസിൽ റേഡിയസ് കുറവാണ്. ഓവലിന് റേഡിയസ് ഉണ്ടോന്നല്ലേ നമ്മൾ ഇമാജിൻ ചെയ്യാനല്ലേ പറഞ്ഞു. ഓവൽ ഷേപ്പായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണേണ്. ഓക്കെ, എർത്തിനൊരു റേഡിയസ് ഉണ്ടാവുമല്ലോ, അതിന്റെ പെർഫെക്റ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓവൽ ഷേപ്പായിട്ട് പറഞ്ഞത്. ആ ഷേപ്പിൽ നോക്കാനാണെങ്കിൽ ഇപ്പൊ പോളിലേക്ക് നോക്കുമ്പോൾ റേഡിയസ് കുറവാണ് കമ്പയർഡ് ടു ഇക്വേറ്റർ. ഇക്വേറ്ററിലേക്ക് നോക്കിക്കേ, റേഡിയസ് കൂടുതലല്ലേ? പോളിനെ വെച്ച് നോക്കുമ്പോൾ റേഡിയസ് കൂടുതലാണ്. അപ്പൊ പോളിലേക്ക് നോക്കിക്കേ, റേഡിയസ് കുറവാണ്. അപ്പൊ റേഡിയസ് കുറവാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? കൂടും. ഇപ്പൊ നോക്കിക്കേ, റേഡിയസ് കുറവാണ്. റേഡിയസിന്റെ വാല്യൂ കുറയുമ്പോ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? ആരെന്ത് പറഞ്ഞേ? ആറിന്റെ വാല്യൂ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും അല്ലെ? അപ്പൊ റേഡിയസ് കുറവാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യും അറ്റ് പോളില്. ഇനി അടുത്തത് ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നോക്കിക്കേ, ഇക്വേറ്ററിൽ നോക്കുമ്പോ ആറിന്റെ വാല്യൂ എങ്ങനെയാ നിൽക്കുന്നത്? ആറിന്റെ വാല്യൂ കൂടുതലാണ്, ജിയുടെ വാല്യൂ കുറവാണ്. ഓക്കെ, അപ്പൊ പോളും ഇക്വേറ്ററും രണ്ടും രണ്ടായിട്ട് പഠിക്കണേ. പോളില് ആറിന്റെ വാല്യൂ കുറവാണ്, അപ്പൊ ജിയുടെ വാല്യൂ കൂടി. ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². അതുപോലെ ഇക്വേറ്റർ നോക്കിയപ്പോ ആറിന്റെ വാല്യൂ കൂടുതലാണ്, ജിയുടെ വാല്യൂ എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പൊ മാക്സിമം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത് എവിടെ? മാക്സിമം ഉള്ളത് എവിടെ? പോളില്. അതായത് മിനിമം ഉള്ളത് എവിടെ? ഇതായിരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും കേട്ടോ. മാക്സിമം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത് എവിടെയാണ്? പോളിലായിരിക്കും, ഇക്വേറ്ററിലായിരിക്കും. അപ്പൊ എഴുതിക്കോ, മാക്സിമം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി is at maximum acceleration due to gravity is at pole. അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. വെയിറ്റ് മിനിമം പൊക്കത്തേക്ക് പോകുന്നതോറും വെയിറ്റ് കുറയില്ല, വെയിറ്റ്ലെസ്നെസ് ആയിരിക്കും ഫീൽ ചെയ്യണം. മിനിമം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് അറ്റ് ഇക്വേറ്റർ. വേഗം എഴുതിക്കോ. ഈ കണ്ടീഷൻ, അതായത് ഷേപ്പിനനുസരിച്ച് ഷേപ്പ് പറയുമ്പോഴത്തേക്കും പോളിലും ഇക്വേറ്ററിലും ആക്സിലറേഷൻ ഇത് എഴുതിക്കൂ. ഇത് എഴുതി വെച്ചു. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അത് ഇന്ന് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ എഴുതിയാ? കഴിഞ്ഞ ഇല്ലേ?
ഗ്രാവിറ്റീൻ്റെ ഡിനേറ്റഡ് ജി. ഗ്രാവിറ്റി കാണിക്കാനല്ലേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. ഗ്രാവിറ്റി ജി വെച്ചാ റെപ്രസെന്റ് ചെയ്യാം. ഈ രണ്ട് ജിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? ഇതെന്താ? ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കഴിഞ്ഞില്ലേ? എഴുതി കഴിഞ്ഞാ? ടീച്ചർ എഴുതി കഴിഞ്ഞാ? ഓക്കെ, അടുത്തത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ്. ശ്രദ്ധിക്കണേ, എർത്ത് കൺസിഡർ ചെയ്ത് മാസ് എം, റേഡിയസ് ആർ. ഓക്കെ, ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ ഇതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? എർത്തിന്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ പഠിച്ചത്? ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇവിടെയല്ല, സർഫസ് അല്ല, അതിന്റെ മേളിലായിട്ട് കുറച്ച് പൊക്കത്തായിട്ട് ഒരു ഒബ്ജക്റ്റ് ഇരിക്കണമെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ഹൈറ്റ്, അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എർത്ത് കൺസിഡർ ചെയ്തു. എർത്ത് കൺസിഡർ ചെയ്ത് എർത്തിന്റെ മാസ് എം, റേഡിയസ് ആർ, സർഫസിൽ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി സർഫസിലല്ല, കുറച്ച് പൊക്കത്തേക്ക്, അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് മുകളിലായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് കാണണം. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ജി ഡാഷ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ വരുള്ളൂ, ഇതൊരു പർട്ടിക്കുലർ ഹൈറ്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ 2/1 ചെയ്യാം. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1. അപ്പൊ എങ്ങനെ വരും? ജി ഡാഷ് ബൈ ജി ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ജി എം ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം. ഇവിടെ എഴുതോണ്ടേ, ജി ഡാഷ് ബൈ ജി ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ജി ഡാഷ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എവിടെയാണ്? വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്, ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോഴുള്ള കേസ്. ഇനി ഇത് ആപ്ലിക്കബിൾ ആവുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ആർ. അതായത് ആർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണം മതിയോ? ഗ്രേറ്റർ ദാൻ ആണെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ, ആർ എന്താ? ഈ ഇക്വേഷൻ നമുക്ക് രണ്ട് ടൈപ്പ് ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതായത് ഒബ്ജക്റ്റീവ് പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുമ്പോഴുള്ള രണ്ട് ടൈപ്പ് ഇക്വേഷൻ, അതായത് ഇവിടെ ഇരിക്കുമ്പോഴുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. ഇത് ആപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ആർ. അതായത് റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ 6400 സംതിങ് വരും. അതിനേക്കാൾ കൂടുതൽ, അതായത് ആ ഒരു റേഡിയസിനേക്കാൾ കൂടുതലാണ് ഹൈറ്റ്. അതായത് എർത്തിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച്, എർത്തിന്റെ റേഡിയസ് 6400 ആണ്. അതിനേക്കാൾ കൂടുതൽ ഹൈറ്റിലായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത കേസ് നമുക്ക് പഠിക്കാനുള്ളത് ഇഫ് എച്ച് ഈസ് ലെസ് ദാൻ ആർ. എച്ച് ആറിനെക്കാട്ടും കുറവാകുമ്പോൾ നമ്മൾ വേറെ കേസാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര ഒന്ന് എഴുതിക്കേ.
കാണുന്നില്ലേ? എഴുതിയാ കഴിഞ്ഞ ബൈനോമിയൽ എക്സ്പാൻഷൻ അല്ലേ? ആ 2h അത് നമ്മളിപ്പോ ഇത് h ഗ്രേറ്റർ ദാൻ ആറിന്റെ കേസല്ലേ, ലെസ് ദാൻ ആറിന്റെ കേസിൽ അത് വരും. കഴിഞ്ഞ അനന്ത എഴുതി കഴിഞ്ഞ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ചെയ്യാം, നാളെ ചെയ്യാം. അനന്ത് കഴിഞ്ഞ എഴുതി ഓക്കെ. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ കണ്ട് അതിന്റെ ഇക്വേഷനാണ് കിട്ടിയത്. ഇനി അടുത്തത് h ലെസ് ദാൻ r ആണെങ്കിൽ g ഡാഷ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കണേ 1 പ്ലസ് h ബൈ ആർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നിന്ന് ഈ ഒരു ടേമിൽ നിന്ന് ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തപ്പോൾ 1 ഇവിടെ 1 ആയി, ഡിവൈഡ് ബൈ h ബൈ ആർ സ്ക്വയർ ക്യാൻസൽ ആയി. ജി ഡാഷ് ഈക്വൽ ടു ഏത് അത് ഔട്ട് സൈഡ് എടുത്താൽ ആ ഒരു ഫോമിലേക്ക് ഇക്വേഷൻ എത്തിക്കാൻ വേണ്ടി അങ്ങനെ എടുക്കുന്നത്. അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേം കൂടി വേണ്ടേ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുള്ളൂ. ജി ഡാഷ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി g dash equal to g into 1 plus h by r whole raised to minus 2. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ. ഇത് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോണേ. ബൈനോമിയൽ തിയറം ഒന്നും എടുത്തിട്ടില്ലല്ലോ മാത്സിൽ. എടുത്തിട്ടുണ്ട്, അത്രയായ എടുത്തിട്ടുള്ളതല്ലേ? അപ്പോൾ 1 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് എൻ ഈക്വൽ ടു 1 minus nx plus n into n minus 1 divided by 2 factorial into x square. ഇങ്ങനെ പോകുന്നതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. പഠിച്ചിട്ടുള്ളതല്ലേ ബൈനോമിയൽ എക്സ്പാൻഷൻ മാത്സിൽ? ഓക്കെ, അതെ. അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചോ. ഈ ഒരു ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് അറിയില്ലാത്തവർ സംസാരിച്ചോ, അറിയാവുന്നവര്
1 പ്ലസ് എച്ച് ബൈ ആർ. ഈ ടേം നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ, അതായത് 1 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് എൻ, ഈ ഒരു ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. ഈ ഒരു ഫോർമാറ്റ് അങ്ങ് ബൈ ഹാർട്ട് പഠിച്ചോട്ട് അറിയില്ലെങ്കിൽ 1 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് എൻ ഈക്വൽ ടു 1 മൈനസ് എൻ എക്സ് പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതങ്ങ് പഠിക്കുക. എന്നിട്ട് നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു ഫസ്റ്റ് ടേം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കിക്കേ. ഏതാണ് ഇവിടെ ചെയ്തേക്കണതല്ലേ? ഇവിടെ ഇതാണോ ഇതിന്റെ ഫാക്ടോറിയൽ എന്നാ പറയുന്നത്? ഫാക്ടോറിയൽ എന്താണ്? ഫാക്ടോറിയൽ. ഓക്കെ, ഇനി നോക്കിക്കേ. ജി ഡാഷ് ഇവിടെ നമ്മൾ ഇത് കണ്ടോ? 1 പ്ലസ് എച്ച് ബൈ ആർ റൈസ് ചാർജ് 1 പ്ലസ് എച്ച് ബൈ ആർ റൈസ് ടു മൈനസ് 2. ഇത് നമ്മൾ ഈ ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോണേ. 1 പ്ലസ് എച്ച് ബൈ ആർ റൈസ് ടു മൈനസ് 2. അപ്പൊ നോക്കിക്കേ, ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ റൈസ് ടു, ഈ ഫോമാണ് നമ്മൾ ഇതിൽ എഴുതാൻ പോകുന്നത്. അപ്പൊ 1 പ്ലസ് ഇവിടെ എക്സിന്റെ പ്ലേസിൽ കിടക്കുന്നത് എന്താ? ഇവിടുത്തെ എക്സിന്റെ പ്ലേസിൽ കിടക്കുന്നത് എന്താ? എച്ച് ബൈ ആർ അല്ലെ. എന്നിന്റെ പ്ലേസിൽ കിടക്കുന്നത് എന്താ? മൈനസ് 2. അപ്പൊ നമ്മൾ ഈ ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. 1 മൈനസ് ഇവിടുത്തെ എക്സ് ഏതാ? എക്സ് എന്ന് പറയുന്നത് -2 ഇൻറ്റു എക്സ് എച്ച് ബൈ ആർ. ഓക്കെ, ഇതാണ് ഇഫ് എച്ച് ലെസ് ദാൻ ആർ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട കേസ്. എൻ എക്സ് -2 1 പ്ലസ് അല്ലേടാ. ഏതാണ് ഇതാ? അതെഴുതണമെന്നോ? അതെഴുതിയാൽ മതിയൊന്നോ? ഇതെഴുതണം. ഈ എക്സ്പാൻഷൻ എഴുതണം. എക്സ്പാൻഷൻ അല്ലാതെ നീ അതെങ്ങനെ കിട്ടിയെന്ന് പിന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടുമോ? ഓർത്തെടുക്കാൻ പറ്റുമോ? ഏതാണ് അറിയാവുന്നവരാ? ഇത് നോക്കിക്കഴിയുമ്പോൾ ഇത് ബൈനോമിയൽ എക്സ്പാൻഷന്റെ യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യണം എന്ന് ബോധ്യമുള്ളവർ എഴുതണ്ട. അല്ലാത്തവർ എഴുതി വെച്ചോ, പിന്നെ കിട്ടാതെ വരരുത്. വരും, ഓൾട്ടിറ്റ്യൂഡ് വരും. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, ഇവിടെ നിർത്താം. വേഗം എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോന്ന് വേഗം. ഒരു കേസ് കൂടി നോക്കാനുണ്ട്, എന്നിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കണേണ്. അപ്പൊ അവിടെയുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിച്ച്. ഇനി ആ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന വെയിറ്റ് ലോസ്, അതായത് ഒബ്ജക്റ്റ് ഇപ്പൊ എർത്തിന്റെ സർഫസിലല്ല, കുറച്ചുകൂടി പൊക്കത്തേക്ക് പോയി. അപ്പൊ കുറച്ചുകൂടി പൊക്കത്തേക്ക് പോകുമ്പോൾ അവിടെ എന്താ ഫീൽ ചെയ്യുന്ന? വെയിറ്റ് കൂടുകയോ കുറയോ? വെയിറ്റ് ലോസ് അല്ലേ. അപ്പൊ എത്രത്തോളം എമൗണ്ട് ഓഫ് വെയിറ്റ് ലോസ് ആണ് അവിടെ ഉണ്ടായത്, അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഒരു ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫസിലായിരുന്നു ഇരുന്നേച്ചത്. അതിന്റെ സർഫസിൽ നമ്മളൊരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിച്ച്. ഇനി ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഓൾട്ടിറ്റ്യൂഡിലല്ല, ഒരു ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടി. എച്ച് ലെസ് ദാൻ ആർ കിട്ടി, എച്ച് ഗ്രേറ്റർ ദാൻ ആർ ആവുന്ന കേസ് നമ്മൾ കണ്ടുപിടിച്ച്. ഇനി ആ ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുമ്പോൾ, എർത്തിന്റെ സർഫസിൽ നിന്ന് പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുമ്പോൾ അതിനൊരു വെയിറ്റ് ലോസ് ഫീൽ ചെയ്യും. അതാണ് ഇനി അടുത്ത കണ്ടുപിടിക്കാൻ പോണം. എർത്തിന്റെ സർഫസിലായിരിക്കുമ്പോൾ അതിന്റെ വെയിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? mg എന്ന് എഴുതാം. ഓക്കെ, ഇനി ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് mg ഡാഷ് എന്ന് കൊടുക്കാമല്ല. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ അങ്ങനെയല്ലേ കൊടുത്തത്. ഇനി വെയിറ്റ് ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ലോസ് mg മൈനസ് mg ഡാഷ്. mg മൈനസ് mg ഡാഷ് എന്താ കണ്ടുപിടിച്ചത്? ഇപ്പൊ g ഡാഷിന്റെ വാല്യൂ എന്താ കണ്ടുപിടിച്ചത്? g ഇൻറ്റു 1 മൈനസ് 2h ബൈ r. mg മൈനസ് mg ഏത് കോമൺ എടുക്കാൻ നിൽക്കി മൾട്ടിപ്ലൈ ആട്ടെ 2h ബൈ r. ഇതങ്ങ് പോകൂലേ?
ഇതാണ് വെയിറ്റ് ലോസ്നെസ്. വെയിറ്റ് ലോസ്. ഒരു പ്രോബ്ലം കൂടി ചെയ്യിപ്പിക്കാൻ ടൈം ഉണ്ടോ? അടുത്ത ക്ലാസ് ചെയ്യിപ്പിക്കാം.